മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കരിയർ പ്ലാനിംഗ് ആണ്. നമുക്ക് വേടിയിൽ തന്നെ മനസ്സിലാക്കാം, പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. അപ്പം കരിയർ പ്ലാനിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ കരിയർ എന്താണെന്ന് നമ്മൾ നേരത്തെ കൂട്ടി തീരുമാനിച്ച് അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അതിനാണ് കരിയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം. കരിയർ പ്ലാനിംഗ് റെഫേഴ്സ് ടു ദി പ്ലാനിംഗ് ഡൺ ബൈ എ പേഴ്സൺ ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് എ കരിയർ ചോയ്സ്. അതായത് ഒരു കരിയർ ചൂസ് ചെയ്യാനായിട്ട്, ഒരു കരിയർ ചൂസ് ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ നടത്തുന്ന പ്ലാനിങ്ങിനെയാണ് നമ്മൾ കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് ആൻഡ് ചോയ്സ് അഡ്വാൻസിങ് ഇൻ ദാറ്റ് കരിയർ. ഒരു കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അയാൾ കയറി കഴിഞ്ഞാൽ അതിൽ അഡ്വാൻസ് ചെയ്യാം, അതായത് അതിൽ കൂടുതൽ നേടാം. ആൻഡ് മേക്കിംഗ് എ ഷിഫ്റ്റ് ഫ്രം ദി പ്രസൻറ്റ് കരിയർ. നിലവിലുള്ള കരിയറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു ജോബിൽ കയറി ആ ജോബിൽ തന്നെ തുടരാണ്ട് അതിന് പ്രൊമോഷനൊക്കെ കിട്ടി മുകളിലേക്ക് കയറി പോവാം. ഇറ്റ് നീഡ്സ് വൺസ് ഓൺ സോട്ട് അനാലിസിസ്. സോട്ട് അനാലിസിസ് എന്താണെന്നറിയാലോ? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട്. ഇതാണ് സോട്ട് അനാലിസിസ്. ഈ കരിയർ പ്ലാനിങ് നടത്തുന്നതിനേക്കാളും മുമ്പ് അവർ സോട്ട് അനാലിസിസ് നടത്തണം ഫ്രം ദി പോയിന്റ് ഓഫ് ഓർഗനൈസേഷൻ വ്യൂ. ഇനി നമ്മളിപ്പോൾ പഠിച്ചത് പേഴ്സണൽ വ്യൂ എന്നാണ്. പേഴ്സണൽ വ്യൂവിൽ പറഞ്ഞത് കരിയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് ഡൺ ബൈ എ പേഴ്സൺ ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് എ കരിയർ ചോയ്സ്. കരിയർ ചോയ്സ് നടത്താനായിട്ട് അവർ നടത്തുന്ന ഒരു പ്ലാനിങ്ങിനെയാണ് കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ വ്യൂ ഓഫ് പോയിന്റിലോ ഇറ്റ് മീൻസ് ഹെൽപ്പിംഗ് ദ എംപ്ലോയി ടു പ്ലാൻ ദെയർ കരിയർ ഇൻ ടേംസ് ഓഫ് ദെയർ കാപ്പബിലിറ്റീസ് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ നീഡ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ കയറി കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻകാർ ആ എംപ്ലോയീസിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ച് അവരെ കരിയർ പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യും, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കും. അതുവഴി നമ്മുടെ ഓർഗനൈസേഷനും ഇൻഡിവിജ്വൽസിനും ഒരുപോലെ ബെനിഫിറ്റാണ്. അപ്പോൾ കരിയർ പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായില്ലേ? കരിയർ പ്ലാനിങ് റെഫേഴ്സ് ടു ദി പ്ലാനിങ് ഡൺ ബൈ എ പേഴ്സൺ ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് എ കരിയർ ചൂസ് ചെയ്യാനായിട്ട് ഒരു ഇൻഡിവിജ്വൽ നടത്തുന്ന പ്ലാൻ. അയാൾ ഏത് കരിയർ എടുക്കണം അത് ചൂസ് ചെയ്യാനായിട്ട് അയാൾ നടത്തുന്ന പ്ലാനിങ്ങിനെയാണ് നമ്മൾ കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. നമുക്കറിയാലോ, ഇപ്പോൾ ഒരു പ്ലാൻ നടത്തി കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ കുറേ വർക്ക് ചെയ്യും. അപ്പം നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാനായിട്ട് എൻ്റെ കരിയർ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് CA ആവാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? BComന് ഹൈ മാർക്ക് കിട്ടിയാലാണ് എനിക്ക് ഇൻ്റർ പാസ്സായി ഇതിന് ചേരാൻ പറ്റുള്ളൂ, എനിക്ക് CEക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അത്രയും മാർക്ക് കിട്ടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ എൻ്റെ ഡെവലപ്മെൻ്റാണ് അവിടെ നടക്കണേ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ഇറ്റ് സെൽഫ് ബട്ട് എ മീൻസ് ഓഫ് മാനേജ്. ഇതൊരു അവസാനമല്ല. കരിയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു CA ആയി കഴിഞ്ഞാൽ അത് അവസാനമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ ഞാൻ നോക്കും. ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ഇറ്റ് സെൽഫ് ബൈ മീൻസ് ഓഫ് മാനേജിങ് പീപ്പിൾ ടു ഒപ്റ്റിമം റിസൾട്ട്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അത് അവസാനമല്ല, നമ്മൾ പിന്നെ അടുത്ത ഇതെന്താണെന്ന് നമ്മൾ ആലോചിക്കും. ഇപ്പോൾ കൂടുതൽ സാലറി കിട്ടുകയാണെങ്കിൽ, പ്രൊമോഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇനി എന്ത് പഠിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതാണ് ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽസ് റെസ്പോൺസിബിലിറ്റി അറ്റ് ദ സെയിം ടൈം ഓർഗനൈസേഷൻ റെസ്പോൺസിബിലിറ്റി. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഇൻഡിവിജ്വൽസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ കരിയർ പ്ലാൻ ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ഓർഗനൈസേഷനും ആ ഇൻഡിവിജ്വൽസിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടി അവരും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് കൊടുത്ത് അവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. നെക്സ്റ്റ്, ഫിഫ്ത്ത് പോയിന്റ്, ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് കരിയർ പ്ലാനിങ് ഇസ് ടു ഇൻറ്റിഗ്രേറ്റ് ദ ഓർഗനൈസേഷൻ നീഡ്സ് ആൻഡ് ഇൻഡിവിജ്വൽ നീഡ്സ്. ഓർഗനൈസേഷൻ്റെ നീഡ്സും ഇൻഡിവിജ്വൽസിൻ്റെ നീഡ്സും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക, ഒരുമിച്ച് കൊണ്ടുപോവുക. അതാണ് കരിയർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. കരിയർ പ്ലാനിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്ത്? കരിയർ പ്ലാനിങ്. Next, it is a process of synthesizing and harmonizing the needs of organization with the immediate aspirations of employees. ഓർഗനൈസേഷൻ്റെ നീഡ്സും ആ എംപ്ലോയിയുടെ കേപ്പബിലിറ്റി അനുസരിച്ച് അത് ഒരുമിച്ചാക്കുന്ന ഒരു ഇതാണ്
കരിയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ആസ്പെക്ട് ഓഫ് മാനേജിങ് പീപ്പിൾ ടു ഒബ്റ്റെയിൻ ഒപ്റ്റിമം റിസൾട്ട്. ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ആസ്പെക്റ്റ്. കരിയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു എസെൻഷ്യൽ അത്യാവശ്യമായിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് കരിയർ പ്ലാനിംഗ്. എന്തൊക്കെയാണ് ഒരു കരിയർ പ്ലാനിംഗ് നടത്തുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് പോയിന്റ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ബൈ അലൗവിങ് ദം ടു ഗ്രോ ടു ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക, അതാണ് കരിയർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അനദർ ഒബ്ജക്റ്റീവ് ഓഫ് കരിയർ പ്ലാനിങ് ഇസ് ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ടാലൻറ്റ് എംപ്ലോയീസിനെ നമ്മൾ അട്രാക്ട് ചെയ്ത് അതിൽ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അനദർ ഒബ്ജക്റ്റീവ്സ്. തേർഡ് ഒബ്ജക്റ്റീവ്സ്, ടു ഫൈൻഡ് ഔട്ട് കാരിയേഴ്സ് സ്യൂട്ടബിൾ ടു പേഴ്സൺസ് കൺസിഡറിങ് ദെയർ നോളജ്. ഒരാളുടെ നോളേജും അല്ലെങ്കിൽ അവളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് ഒരു പർട്ടിക്കുലർ കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്സ്. ഫോർത്ത് ഒബ്ജക്റ്റീവ്, ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ആൻഡ് എൻകറേജ്മെൻറ്റ് ടു എംപ്ലോയീസ് ടു റൈറ്റ് കാരിയർ. അവരുടെ റൈറ്റ് കാരിയർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻസാണ് ഈ കാരിയർ പ്ലാനിങ്ങിൽ കൊടുക്കുന്നത്. റൈറ്റ് കാരിയർ പ്ലാനിങ് ലീഡ്സ് ടു ദി പ്ലേസ്മെൻറ്റ് ഓഫ് റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ജോബ്. നല്ല രീതിയിലുള്ള കരിയർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് പ്ലേസിൽ റൈറ്റ് പേഴ്സൺസിനെ വെക്കാൻ പറ്റും. സിക്സ്ത് പോയിന്റ്, ടു പ്ലേസ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഇൻ പൊസിഷൻ ദെയർ ബൈ ഇൻക്രീസിങ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ വെക്കുക, അതുവഴി നമ്മുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ പറ്റും. സെവൻത്ത് പോയിന്റ്, ടു മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ വർക്ക് ഫോഴ്സ് ബൈ റെഡ്യൂസിങ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. ലേബർ ടേൺ ഓവറും ആബ്സെൻറ്റീസും ഒക്കെ കുറിച്ച് നമുക്ക് സ്ഥിരമായിട്ടുള്ള വർക്ക് ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എയ്ത്ത് പോയിന്റ്, ടു അച്ചീവ് ആൻ ഓവറോൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ മൊറൽ ആൻഡ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിൻ്റെ മോട്ടിവേഷനും അതുപോലെ തന്നെ മൊറയിലും കൂട്ടാനായിട്ടുള്ള ഓവറോൾ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി അവർക്ക് റൈറ്റ് ജോബ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഓവറോൾ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും, അതുവഴി അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ് എത്ര ടൈപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ഇൻഡിവിജ്വലും ഓർഗനൈസേഷനും. ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരിയർ പ്ലാനിങ്ങിന് വേണ്ടി ആ ഇൻഡിവിജ്വൽ തന്നെ അയാൾക്ക് ഏത് കരിയർ എടുക്കണം ഇങ്ങനത്തെയൊക്കെ ഒരു ഇൻഡിവിജ്വൽ തന്നെ തീരുമാനിക്കുന്നതാണ് ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിങ്. ഓർഗനൈസേഷൻ അയാളുടെ ക്യാപ്പബിലിറ്റിയും കപ്പാസിറ്റിയൊക്കെ കണ്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നതാണ് ഓർഗനൈസേഷണൽ കരിയർ പ്ലാനിങ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഓഫ് കരിയർ പ്ലാനിങ് ഈസ് ഈച്ച് എംപ്ലോയി ഇൻഡിവിജ്വലി പ്ലാൻസ് ഹിസ് ഓർ ഗോൾസ് ഫോർ ഹിസ് ഫ്യൂച്ചർ ലൈഫ്. അയാളുടെ ഫ്യൂച്ചർ ലൈഫിന് വേണ്ടി അയാൾ തന്നെ എടുക്കുന്നതാണ് ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിങ്. ഓർഗനൈസേഷൻ കരിയർ പ്ലാനിങ് ഇറ്റ് ഈസ് എ വാസ്റ്റ് പ്രോസസ് ആൻഡ് ഓർഗനൈസേഷൻ പ്ലാൻസ് കരിയർ ഗോൾസ് ഫോർ ഇറ്റ്സ് എംപ്ലോയീസ് ബൈ വിച്ച് എംപ്ലോയീസ് പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ ഗോൾസ് ആർ അച്ചീവ്. പേഴ്സണൽസിൻ്റെയും ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. കരിയർ പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ദാസ് ആൻഡ് ബേക്കർ, കരിയർ പ്ലാനിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഹാൻസിങ് ആൻ എംപ്ലോയീസ് ഫ്യൂച്ചർ വാല്യൂ. അതായത് കരിയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് എ പ്രോസസ് ഓഫ്, അതൊരു പ്രോസസ്സാണ് ഓഫ് എൻഹാൻസിങ് കൂട്ടാം ദ എംപ്ലോയീസ് ഫ്യൂച്ചർ വാല്യൂ. എംപ്ലോയീസിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കൂട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. കരിയർ പ്ലാനിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഹാൻസിങ് ആൻ ഇൻഡിവിജ്വൽ ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് കരിയർ പ്ലാനിംഗ് കിട്ടി. ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിങ്ങും ഓർഗനൈസേഷൻ കരിയർ പ്ലാനിങ്ങും. ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിംഗ് എന്ന് വെച്ചാൽ അയാൾ തന്നെ അയാളുടെ കരിയറിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. ഓർഗനൈസേഷൻ കരിയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ അയാളുടെ കേപ്പബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അതനുസരിച്ച് അയാൾക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുന്നതാണ് ഓർഗനൈസേഷൻ കരിയർ പ്ലാനിംഗ്. അപ്പോൾ കരിയർ പ്ലാനിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ? കരിയർ പ്ലാനിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ് റെഫേഴ്സ് ടു ദി പ്ലാനിംഗ് ഡൺ ബൈ എ പേഴ്സൺ. എൻ്റെ കരിയർ എന്താവണമെന്ന് ഞാൻ സ്വയം പ്ലാൻ ചെയ്യുന്നതിനെയാണ് കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. കരിയർ പ്ലാനിംഗ് നിങ്ങൾക്ക് വേർഡിൽ തന്നെ പ്ലാനിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൂട്ടി തീരുമാനിക്കുന്നത്. കരിയർ പ്ലാനിംഗ് റെഫേഴ്സ് ടു ദി പ്ലാനിംഗ് ഡൺ ബൈ എ പേഴ്സൺ ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് എ കരിയർ ചോയ്സ്. ഒരു കരിയർ ചോയ്സ് സെലക്ട് ചെയ്യാനായിട്ട് അയാൾ തന്നെ എടുക്കുന്ന ഒരു ചോയ്സിനെയാണ് നമ്മൾ കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അത് ഓർഗനൈസേഷൻ വ്യൂ ഓഫ് പോയിന്റ്, ഇറ്റ് മീൻസ് ഹെൽപ്പിംഗ് ദ എംപ്ലോയീസ്.
ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാലോ, ഒരു എംപ്ലോയീസിനെ അവരുടെ കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും അനുസരിച്ച് ഒരു പർട്ടിക്കുലർ കരിയർ സെലക്ട് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് ഓർഗനൈസേഷണൽ വ്യൂ ഓഫ് പോയിന്റ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ കരിയർ പ്ലാനിങ് ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.